നമ്മുടെ ചേർത്തലയിൽ നിന്ന് തവണക്കടവിലേക്ക് പോകുന്ന വഴി ചെങ്ങണ്ടപ്പാലത്തിന് തൊട്ട് മുന്നായിട്ട് റൈറ്റ് സൈഡിലായിട്ട് SV ബേക്സ് ആയിരുന്നു പണ്ടെങ്കിൽ ഇനി മുതൽ ഇത് രൂപ്സ് SV കിച്ചൺ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. അടിപൊളി നാടൻ ഊണെന്ന് പറഞ്ഞാൽ നല്ല വരാലും ചെമ്മീനും കരിമീനും ഒക്കെ ആയിട്ട് അടിപൊളി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. 70 രൂപ മാത്രമാണ് സാധാരണ ഊണിന്റെ വില. അതിന്റെ കൂടെ സ്പെഷ്യൽ ഐറ്റംസ് കിട്ടുന്നതിനാണെങ്കിലോ 200 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഐറ്റംസ് ഇവിടെ ഇല്ല കേട്ടോ. എല്ലാത്തിനും നല്ല അഫോർഡബിൾ റേറ്റിൽ ഇവിടെ SV കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ അടിപൊളി കക്കാറച്ചിയും കൊഴുവ പീര വറ്റിച്ചതും ചെമ്മീൻ റോസ്റ്റും കരിമീൻ പൊള്ളിച്ചത് അങ്ങനെ എല്ലാം ഇവിടെ തയ്യാറായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും മൃഷ്ടാരം ഭോജിച്ചു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇവിടുത്തെ ബീഫ് റോസ്റ്റിന്റെ കാര്യം പറയേണ്ടതില്ല. അവിടുത്തെ നാട്ടുകാരെ എന്തായാലും ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ഉറപ്പാണ്. കാരണം അത്രയും ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റ് വേറെ ഇവിടുന്ന് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു നാടൻ രുചിയിലെ വീട്ടമ്മമാര് പാകം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നാടൻ രുചി ഇവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ ഇതൊരു വീട്ടിലൂണ് സെറ്റപ്പ് തന്നെയാണ്. കരിമീനും സീലോപ്പിയൊക്കെ ഇങ്ങനെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇതേ നല്ല കൊഴുവ വറുത്തതൊക്കെ ആയിട്ട് അടിപൊളി ഊണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. വിഭവങ്ങൾ ഇങ്ങനെ ടേബിളിൽ നിരന്നിരിക്കുകയാണ്. ഇതെങ്ങനെ മുഴുവനും കഴിക്കും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനുള്ള കാര്യമായിരുന്നു. പക്ഷേ എല്ലാം വളരെ കുറച്ചായിട്ട് കഴിച്ച് നോക്കി കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല നാടൻ തൈര് ഇങ്ങനെ ചോറിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ചെമ്മീൻ ഉലത്തിയത്, അതും അമ്മമാരുടെ കൈപ്പുണ്യം കൊണ്ട് ഭയങ്കര രുചിയോടെ നല്ല ഫ്ലേവറിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉലത്തിയതും കൂട്ടി നല്ല ചൂട് ചോറിന്റെ കൂടെ ഇത് എന്നാ ഒരു ടേസ്റ്റാന്നറിയാമോ? അപ്പൊ ഇതാണ് ഇതിന്റെയൊക്കെ കാര്യം. 6 വർഷമായിട്ടും ഞങ്ങളുടെ സ്ഥാപനത്തില് ഫ്രീസർ എന്ന് പറഞ്ഞൊരു വസ്തു ഉപയോഗിക്കുകയോ പ്രിസർവ് ചെയ്തിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ പർച്ചേസ് ചെയ്യുന്നു, അത് വൈകുന്നേരത്തിനുള്ളിൽ തീരുന്നു. അതുപോലെ ക്വാണ്ടിറ്റി കുറച്ച് പർച്ചേസ് ഞങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ. ഞങ്ങളുടെ ഇവിടെ മുഴുവൻ വിളിച്ചു പറഞ്ഞു വരവുള്ള ആൾക്കാരാണുള്ളത്. എന്ത് സാധനങ്ങൾ ഞങ്ങൾക്ക് വേണം, അപ്പോൾ നമുക്കത് റിസർവ് ചെയ്ത് മാറ്റി വെക്കും. അങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള സ്ഥാപനങ്ങളും ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള റെസ്റ്റോറൻറ്റിൽ വന്നുള്ള കസ്റ്റമറിന് നല്ല ഫുഡ് കിട്ടും. അതിനൊരു തുടക്കം നമ്മൾ കുറിക്കുക. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്. വരുന്നവര് ആതിഥേയരെ നല്ല ഈശ്വരന തുല്യം കാണുക, അവർക്ക് നല്ല ഭക്ഷണം വിളമ്പുക. അതേ നമ്മളിതിനകത്ത് ഈ റെസ്റ്റോറൻറ്റിനോട് ഉദ്ദേശിക്കുന്നുള്ളൂ.